റാം ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പൊന്നാരി വേരിൻ്റെ ഇല വെച്ചിട്ട് തോരൻ വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ വീടിൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു, അതൊന്ന് പറിച്ചിട്ട് വരാം. ഇതാ കണ്ടില്ലേ, വളരെ ഔഷധ ഗുണമുള്ള ഒരു ചീരയാണിത്. നമുക്ക് എവിടെ കിട്ടിയാലും ആരും വിടല്ല കേട്ടോ. ഇത് പറിച്ചിട്ട് തോരൻ വെക്കണം, കുട്ടികൾക്കൊക്കെ കൊടുക്കണം. ഇതാ ഇങ്ങനെ വെച്ച് വെക്കുമ്പോൾ കുട്ടികളൊക്കെ കഴിച്ചോളും. അത് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്കത് പറിച്ചിട്ട് നല്ലതായിട്ട് നോക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതാ എല്ലാം വൃത്തിയാക്കി ഇതാ അരിഞ്ഞെടുക്കാം നമുക്ക് കുറേശ്ശെയായിട്ട്. ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമുള്ള തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ കുറച്ച് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്നൊരു 3/4 വേവ് മതി. എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, കറിവേപ്പില, സവോള, കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് അത്രയാണ് എടുത്തേക്കുന്നത്. എന്താ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കടുക് തളിക്കാമേ. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്ക് വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് നീളത്തിൽ ഇട്ട് വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടും, അപ്പം കാണത്തില്ല. അപ്പോൾ നല്ല എരിയായിരിക്കും അത് പച്ചമുളക് കടിക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ തോരൻ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഇടാറുള്ളത്, കാരണം അവർക്ക് കൂടെ കഴിക്കണമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇല അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് പൂവുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കേട്ടോ. അപ്പം പൂവും ഇലയും കൂടെ കുറച്ച് പൂ കിട്ടിയുള്ളൂ. ഇപ്പം അത് മാത്രമല്ല, നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു മൂടും കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ പറിച്ചിട്ടാണ് ഇത്രയും കിട്ടിയത്. നമ്മൾ ഒരു കൊട്ട പറിച്ചെന്ന് പറഞ്ഞാലും വെച്ച് കഴിയുമ്പോൾ കുറച്ചേ കാണുള്ളൂ. എന്തായാലും നമുക്കൊന്ന് ഇളക്കി ഒന്ന് തോർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, കാരണം ഇതിന് ഇത്തിരി വേവുള്ളതാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. പിന്നെ നമ്മൾ തോരപ്പരിപ്പ് ഒരു 3/4 വേവോളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബാക്കി ഇതിൽ കിടന്ന് വെന്തോളും. അപ്പോൾ പരിപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇലക്കൊക്കെ കുട്ടികളൊക്കെ കഴിച്ചോളും. ഇതായിട്ടിട്ട് നമുക്കൊന്ന് പൊത്തി വെക്കാം, എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. ഇതാ ഒരു 10 മിനിറ്റോളം നിന്നിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വയറിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഈ തോരൻ വെച്ചിട്ട് കഴിച്ച് കഴിയുമ്പം വയറൊഴിഞ്ഞ് പോകാനും ഒക്കെ നല്ലതാണ്. വളരെ ഔഷധ ഗുണമുള്ളൊരു ചീരയാണ്. അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ കളയാതെ അത് തോരൻ വെച്ച് കഴിക്കണം, എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.